ഹായ് വെൽക്കം. മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നവീൻ ഭാസ്കർ. +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്, അതിലെ ഭാഗം 3 ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി നോഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു നോഡ്. ഒരു നോഡിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ഡാറ്റ ഭാഗവും ഒരു ലിങ്ക് ഭാഗവും. ലിങ്ക് ഭാഗത്തുള്ളത് അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. ഞാനിതാ ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ നോഡിൻ്റെ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ എന്ന വാല്യൂ ആണ്. ഈ നോഡിൻ്റെ അഡ്രസ്സ് 500 ആണ്. ആദ്യത്തെ നോഡിന് മുമ്പായി എപ്പോഴും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ടാകും. ആ പോയിന്ററിൽ സൂക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് 500 എന്ന് പറയുന്നത്. ഈ 500 ആണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്ററിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നത് ആദ്യത്തെ നോഡിലേക്കാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോഡൊന്ന് പരിചയപ്പെടാം. രണ്ടാമത്തെ നോഡിൻ്റെ ഡാറ്റ ബി ആണ്. രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് 1000 ആണ്. രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സായ 1000 എ എന്ന് പറയുന്ന ആദ്യത്തെ നോഡിൻ്റെ ലിങ്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എ എന്ന് പറയുന്ന നോഡ് പോയിന്റ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന നോഡിലേക്കാണ്. ഇനി മൂന്നാമത്തെ നോഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. മൂന്നാമത്തെ നോഡിൻ്റെ ഡാറ്റ പാർട്ടിൽ സി ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 2000 ആണ്. ഈ 2000 ബി എന്ന് പറയുന്ന തൊട്ടു മുമ്പത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് പറയാൻ സാധിക്കും ബി എന്ന് പറയുന്ന നോഡ് പോയിന്റ് ചെയ്യുന്നത് മൂന്നാമത്തെ നോഡിലേക്കാണ്. ഇനി നമുക്ക് നാലാമതായിട്ടൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഡാറ്റ പാർട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഡി ആണ്. അതിനും ഒരു അഡ്രസ്സ് ഉണ്ട്, അത് 3000 ആണ്. ഈ 3000 സൂക്ഷിക്കുന്നത് തൊട്ടു മുമ്പത്തെ നോഡായ നോഡ് 3ൻ്റെ ലിങ്ക് പാർട്ടിലാണ്. അതിനാൽ നോഡ് 3 പോയിന്റ് ചെയ്യുന്നത് നോഡ് 4ലേക്കാണ്. ഇനി നോഡ് 4ന് ശേഷം മറ്റൊരു നോഡ് ഇല്ല. അതിനാൽ അവസാനത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക നൾ എന്ന വാല്യൂ ആയിരിക്കും. ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കുക. ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ട്. ആ പോയിന്ററിനകത്ത് 500 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. ആദ്യത്തെ നോഡിനകത്ത് എ എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്. 1000 എന്ന് പറയുന്ന അഡ്രസ്സ് ഉണ്ട്. ഈ 1000 എന്ന് പറയുന്നത് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. രണ്ടാമത്തെ നോഡിൻ്റെ ബി ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബിക്ക് ഒരു അഡ്രസ്സ് ഉണ്ട് 2000. ഈ 2000 എന്ന് പറയുന്നത് മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. ഇനി മൂന്നാമത്തെ നോഡിൽ ഡാറ്റ പാർട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് സി ആണ്. അതിൻ്റെ അഡ്രസ് പാർട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് 3000 ആണ്. ഈ 3000 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോഡായ നോഡ് 4ൻ്റെ അഡ്രസ്സാണ്. നോഡ് 4നകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ ഡി ആണ്. നോഡ് 4ന് ശേഷം മറ്റൊരു നോഡ് ഇല്ല. അതിനാൽ അതിൻ്റെ ലിങ്ക് പാർട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് നള്ളാണ്. ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നിർവചനത്തിലേക്ക് പോകാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. നോഡുകളുടെ ഒരു കൂട്ടമാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, എ ഡാറ്റ ആൻഡ് എ ലിങ്ക്. ഓരോ നോഡിനും 2 ഭാഗങ്ങളുണ്ട്. ഒരു ഡാറ്റ ഭാഗവും ഒരു ലിങ്ക് ഭാഗവും നമ്മൾ കണ്ടു. ലിങ്ക് ഭാഗത്ത് എപ്പോഴും അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ് ഉണ്ടാകുക. ആദ്യത്തെ നോഡിന് മുന്നിലായി എപ്പോഴും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ടാകും. സ്റ്റാർട്ട് പോയിന്ററിനകത്ത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് ഉണ്ടായിരിക്കുക. ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ, അതായത് ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുക നൾ എന്ന വാല്യൂ ആയിരിക്കും. ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രക്ചർ എന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്
സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇനി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ നടത്താൻ സാധിക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായി ക്രിയേറ്റിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. 2 ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓരോ നോഡിലെയും ഡാറ്റകളിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സി ഇൻസേർട്ടിംഗ് എലമെൻറ്റ്സ് ഇൻ ടു എ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നോഡുകൾ ആഡ് ചെയ്യുന്നത്. ഡി ഡിലീറ്റിംഗ് എലമെൻറ്റ്സ് ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നോഡുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അൽഗോരിതങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യമായി എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടാം. അതിൻ്റെ അൽഗോരിതമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ അൽഗോരിതത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് തൊട്ട് താഴെ. ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 1 ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. ഒരു നോഡ് ഞാനിവിടെ ഉണ്ടാക്കി. അതിനൊരു അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് 500 ആണ്. അതിൽ ഡാറ്റ പാർട്ടിൽ ഞാൻ എ എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. ലിങ്ക് പാർട്ടിൽ നള്ള് സ്റ്റോർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് 2 വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. സ്റ്റെപ്പ് 2 സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. അടുത്ത സ്റ്റെപ്പ് 3 നോക്കുക. ഇഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. ഇത് ആദ്യത്തെ നോഡാണെങ്കിൽ തീർച്ചയായും ഇത് ആദ്യത്തെ നോഡാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്ററിനകത്ത് സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സായ 500 എന്ന വാല്യൂ, 500 എന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്യേണ്ടത് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുക ആദ്യത്തെ നോഡിലേക്കായിരിക്കും. ഇനി 4ാമത്തെ സ്റ്റെപ്പ് 4. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ്. അടുത്ത നോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ അഡ്രസ്സ് 1000 ആണ്. ഡാറ്റ പാർട്ടിൽ ബി ഉണ്ട്. ലിങ്ക് പാർട്ടിൽ നള്ളാണ്. ഇത് 2ാമത്തെ നോഡാണ്. അപ്പോൾ ഇത് ആദ്യത്തെ നോഡല്ല. അതുകൊണ്ട് ഇതിൻ്റെ അഡ്രസ്സായ 1000 എന്നത് തൊട്ട് മുൻപത്തെ നോഡായ 1ാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ 1ാമത്തെ നോഡ് പോയിന്റ് ചെയ്യുന്നത് 2ാമത്തെ നോഡിലേക്കായിരിക്കും. സ്റ്റെപ്പ് 5 റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 4 ആസ് ലോങ് ആസ് ദ യൂസർ വാണ്ട്സ്. ഇങ്ങനെ എത്ര നോഡുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായല്ലോ. അടുത്തതായി നമുക്ക് ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓരോ നോഡിലെയും ഡാറ്റകളിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ലഭ്യമാണ്. 4 നോഡുകളുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ടെമ്പ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. വാൽ എന്ന് പറയുന്ന അനദർ മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് അൽഗോരിതം ഒന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദ ടെമ്പ്. സ്റ്റാർട്ട് പോയിന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന അഡ്രസ്സ് ടെമ്പ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ സ്റ്റാർട്ടിലെ അഡ്രസ്സായ 500 ടെമ്പിൽ സ്റ്റോർ ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 യൂസിങ് ദ അഡ്രസ് ഇൻ ടെമ്പ് ഗെറ്റ് ദ ഡാറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ വാൽ. ടെമ്പിൽ ലഭിച്ചിരിക്കുന്ന അഡ്രസ്സ് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. അതിൻ്റെ ഡാറ്റ, അതായത് ആദ്യത്തെ നോഡിലുള്ള ഡാറ്റ വാലിൽ സ്റ്റോർ ചെയ്യണം. ആദ്യത്തെ നോഡിലെ ഡാറ്റ ഏതാണെന്ന് നോക്കൂ, എ ആണ്. അത് വാലിൽ സ്റ്റോർ ചെയ്തു. ഇനി 3ാമത്തെ സ്റ്റെപ്പ് ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ്, ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദ ടെമ്പ്. അടുത്തതായി പറയുന്നത് 1ാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന അഡ്രസ്സ് ടെമ്പിൽ സ്റ്റോർ ചെയ്യുക. 1ാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിലുള്ള അഡ്രസ്സ് 1000 ആണ്. ഈ 1000 ടെമ്പിൽ സ്റ്റോർ ചെയ്യുന്നു. ഒന്ന് നോക്കൂ, 1000 എന്ന് പറയുന്നത് 2ാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് 2ാമത്തെ നോഡിൻ്റെ ഡാറ്റ
വാലിൽ സ്റ്റോർ ചെയ്യുക. ബി സ്റ്റോർ ചെയ്തു. ഇനി രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് ടെമ്പിൽ സ്റ്റോർ ചെയ്യുക. വീണ്ടും 2000 എന്ന് പറയുന്ന അഡ്രസ്സ് മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. അതിനാൽ മൂന്നാമത്തെ നോഡിൻ്റെ ഡാറ്റ വാലിൽ സ്റ്റോർ ചെയ്യുക. സി വാലിൽ സ്റ്റോർ ചെയ്തു. മൂന്നാമത്തെ നോഡിൻ്റെ ലിങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന 3000 എന്ന വാല്യൂ ടെമ്പിൽ സ്റ്റോർ ചെയ്യുക. 3000 എന്ന അഡ്രസ്സ് നാലാമത്തെ നോഡിൻ്റെ അഡ്രസ്സാണ്. അതിനാൽ നാലാമത്തെ നോഡിൻ്റെ ഡാറ്റ വാലിൽ സ്റ്റോർ ചെയ്യുക. നാലാമത്തെ നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ നൾ എന്ന് പറയുന്ന വാല്യൂ ആണുള്ളത്. അത് ടെമ്പിൽ സ്റ്റോർ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 4 നോക്കൂ. ഇഫ് ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് നൾ, ഗോ ടു സ്റ്റെപ്പ് 2. ടെമ്പിനുള്ളിൽ നൾ എന്ന് പറയുന്ന വാല്യൂ വരുന്നത് വരെ ചെയ്യാനാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെമ്പ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ നൾ എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ വന്നു. അതിനാൽ ഇനി ഈ അൽഗോരിതം തുടരേണ്ടതില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനകത്ത് ഈ 4 നോഡിലെയും ഡാറ്റകൾ മാറി മാറി വന്നു. ഇതിനെയാണ് ട്രാവേഴ്സിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ വീഡിയോ ഒന്ന് സ്പീഡിൽ ഓടിക്കാം. അപ്പം നിങ്ങൾ ഈ വാൽ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ശ്രദ്ധിക്കുക. ഇവിടെ ABCD എന്ന് മാറി വരുന്നത് കാണാം. അടുത്തതായി നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എങ്ങനെ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്കിതാ ഇവിടെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. 3 മെമ്മറി ലൊക്കേഷൻസും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പ്, പ്രീനോഡ്, പോസ്റ്റ് നോഡ്. ഇനി ഇതിൻ്റെ അൽഗോരിതം ഒന്ന് പരിശോധിക്കാം. ഞാനിവിടെ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആ നോഡിനുള്ളിൽ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് C ആണ്. ആ നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണ്. ഈ നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ A എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന നോഡിൻ്റെയും B എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന നോഡിൻ്റെയും നടുക്കാണ്. ഇനി നമുക്ക് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പിലേക്ക് പോകാം. സ്റ്റെപ്പ് 1 അനുസരിച്ച് നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് ടെമ്പ് എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ പുതിയതായി ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡിൻ്റെ തൊട്ടു മുമ്പുള്ള നോഡിൻ്റെ മെമ്മറി അഡ്രസ്സ് പ്രീനോഡ് എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അതായത് C എന്ന് പറയുന്ന പുതിയ നോഡ് നമ്മൾ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള നോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ മെമ്മറി അഡ്രസ്സ് 500 ആണ്. ഈ 500 പ്രീനോഡിൽ സ്റ്റോർ ചെയ്തു. ഇനി പുതിയതായി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡിന് ശേഷമുള്ള നോഡിൻ്റെ മെമ്മറി അഡ്രസ്സ് അത് പോസ്റ്റ് നോഡ് എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ്, ടെമ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി അഡ്രസ്സ് നമ്മൾ പുതിയതായി ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡിൻ്റെ തൊട്ടു മുമ്പിലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ടെമ്പിലുള്ള അഡ്രസ്സ് 2000 ആണ്. ഈ 2000 A എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്തു. അടുത്തതായി നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത C എന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് പോസ്റ്റ് നോഡ് എന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ കാണാം, ഈ A എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് മെമ്മറി ലൊക്കേഷൻ 2000-ലേക്കാണ്. 2000 എന്ന മെമ്മറി ലൊക്കേഷൻ നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത C എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റേതാണ്. എന്നാൽ ആ നോഡിലുള്ള ലിങ്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് നോഡായ B എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ മെമ്മറി അഡ്രസ്സിലേക്കാണ്. അതായത് ഈ A എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെയും B എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെയും നടുക്ക് ഈ C എന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡ് പ്ലേസ് ആവും. ഇനി നമുക്കത് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസേർഷൻ്റെ അൽഗോരിതം വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. 2 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, പ്രീനോഡും പോസ്റ്റ് നോഡും. പ്രീനോഡ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിൻ്റെ തൊട്ട് മുമ്പത്തെ നോഡാണ്. പോസ്റ്റ് നോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിന് ശേഷമുള്ള നോഡാണ്. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ബി എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡാണ്. അപ്പോൾ പ്രീ നോഡിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ് ബി എന്ന നോഡിന് തൊട്ട് മുമ്പുള്ള നോഡിൻ്റെ അഡ്രസ്സാണ്. അതായത് എ എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിൻ്റെ അഡ്രസ്സായ 500 പ്രീ നോഡിൽ സ്റ്റോർ ചെയ്യുക. ഇനി ബി എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിന് ശേഷമുള്ള സി എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിൻ്റെ അഡ്രസ്സായ 2000 പോസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോഡിൻ്റെ തൊട്ട് മുമ്പത്തെ നോഡ്, അതായത് പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ പോസ്റ്റ് നോഡിലെ കണ്ടൻ്റാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് എ എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ പോസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള 2000 സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ആദ്യത്തെ നോഡ്, അതായത് എ എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡിൻ്റെ അഡ്രസ് പാർട്ടിലുള്ളത് 2000 എന്ന അഡ്രസ്സാണ്. ഈ 2000 എന്നുള്ള അഡ്രസ്സ് സി എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാണ്. ഇത് കൊടുത്തിട്ട് വർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കാം. ആ നോഡ് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോഴെങ്ങനെയാണ് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതോടെ 3ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നിവയാണ്. സ്റ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് പുഷ്, പോപ്പ്, ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷനായ ഇൻസേർഷൻ, ഡിലീഷൻ, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്രിയേഷൻ, ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ. ഇത്രയും ഓപ്പറേഷനുകളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡ് ചാപ്റ്റർ 4 ആണ്, വെബ് ടെക്നോളജി. ഈ ചാപ്റ്റർ കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കമ്പ്യൂട്ടർ സയൻസിനും കോമൺ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത് വളരെ വലിയൊരു ചാപ്റ്റർ ആയതിനാൽ ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വീഡിയോയും നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാവുന്ന ഫേവർ എന്ന് പറഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബാണ്. അപ്പോൾ ഇത് 4 ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നാളെ വീണ്ടും വെബ് ടെക്നോളജിയിലെ ആദ്യ ഭാഗവുമായി നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ.